ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഏറ്റവും അധികം ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു ഏരിയയെക്കുറിച്ചാണ്. മറ്റൊന്നുമല്ല, സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും നല്ല സ്റ്റാഫിനെ കണ്ടെത്തുകയും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച്. സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രധാനമായും രണ്ട് തരത്തിലുള്ള ഫാക്ടേഴ്സ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏറ്റവും ആദ്യത്തെ ഫാക്ടേഴ്സിന് പറയുന്നത് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്നും മറ്റുള്ള ഫാക്ടേഴ്സിന് പറയുന്നത് ഹൈജീൻ ഫാക്ടേഴ്സ് എന്നുമാണ്. മോട്ടിവേഷണൽ ഫാക്ടേഴ്സിനെ തന്നെ നാലായി തരംതിരിക്കാം, ഹൈജീൻ ഫാക്ടേഴ്സിനെയും നാലായി തരംതിരിക്കാം. ഈ 8 കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ കൂടെ നമ്മളുടെ ടീം എല്ലാ കാലത്തേക്കും നിലനിൽക്കും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഏതൊക്കെയാണ് ഈ 8 ഫാക്ടേഴ്സ് എന്നുള്ളത് നോക്കാം. 8 ഫാക്ടേഴ്സും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ആദ്യം നമ്മൾ സംസാരിക്കുന്നത് മോട്ടിവേഷണൽ ഫാക്ടേഴ്സിനെ കുറിച്ചാണ്. മോട്ടിവേഷണൽ ഫാക്ടേഴ്സിൽ ഏറ്റവും ആദ്യം പറയേണ്ടത് അച്ചീവ്മെൻറ്റിനെ കുറിച്ചാണ്. ആളുകൾക്ക് അച്ചീവ്മെൻറ്റുകൾ ഉണ്ടാകുമ്പോഴാണ്, നേട്ടങ്ങൾ ഉണ്ടാകുമ്പോഴാണ്, സക്സസ് ഉണ്ടാകുമ്പോഴാണ് മുന്നോട്ട് പോകാനുള്ള ഒരു താല്പര്യം ഉണ്ടാകുന്നത്. നമുക്കെല്ലാം അങ്ങനെ തന്നെയാണ്. ഒരു കാര്യം വീണ്ടും വീണ്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയും വീണ്ടും വീണ്ടും അതിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്ന് പിന്തിരിയാനാണ് തോന്നുക. അതേസമയം ചില കാര്യങ്ങൾ ചെയ്ത് സക്സസ്ഫുൾ ആകുമ്പോൾ നമുക്ക് തന്നെ നമ്മളോടൊരു കോൺഫിഡൻസ് ഉണ്ടാകുന്നു, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകുന്നു, മുന്നോട്ട് പോകാനുള്ള താല്പര്യം ഉണ്ടാകുന്നു. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന എംപ്ലോയീസിൽ ഒരു അച്ചീവ്മെൻറ്റിൻ്റെ പ്രതീതി ഉണ്ടാക്കിയെടുക്കണം. അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് അവരെ അലോട്ട് ചെയ്യണം. അവരുടെ നേട്ടങ്ങൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടണം. ചുരുക്കി പറഞ്ഞാൽ, നല്ല അച്ചീവ്മെൻറ്റ് ഉണ്ടാക്കി എന്ന് തോന്നുന്ന ഒരു എംപ്ലോയിക്ക് നല്ല മോട്ടിവേഷൻ ഉണ്ടാവുകയും മുന്നോട്ട് പോകാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യും. രണ്ടാമത്തെ പോയിന്റ് ഇൻട്രസ്റ്റ് ഇൻ വർക്കാണ്. വർക്കിനകത്ത് ചെയ്യുന്ന ആ ഒരു ജോലിക്കകത്ത് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ അവർക്ക് പാഷനുള്ള ജോലിയായിരിക്കണം, അവർക്ക് താല്പര്യമുള്ള, അവർക്ക് മടുക്കാത്ത ജോലിയായിരിക്കണം അവരെ ഏൽപ്പിക്കേണ്ടത്. അപ്പോൾ ഓരോ ആളുകളെയും ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഏറ്റവും താല്പര്യം ജീവിതത്തിൽ എന്ത് ചെയ്യാനാണ് എന്ന് അറിയേണ്ടത് വളരെ പ്രധാനമാണ്. ചില ആളുകൾക്ക് ഇരുന്ന് ജോലി ചെയ്യാനായിരിക്കും താല്പര്യം. അതേസമയം ചില ആളുകൾക്ക് ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടാവും. ചില ആളുകൾക്ക് ഒരുപാട് ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടാവും. ചില ആളുകൾ അന്തർമുഖരായിരിക്കും, അവർക്ക് ആളുകളോട് സംസാരിക്കാനേ താല്പര്യം ഉണ്ടാവില്ല. ഇത്തരം ആളുകളെ കൃത്യമായി മനസ്സിലാക്കി കൃത്യമായ സ്ലോട്ടുകളിൽ ഇരുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ജോലിയോട് ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റഡ് ആവുകയും അത് അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും. അടുത്തത് റെസ്പോൺസിബിലിറ്റിയാണ്. പലപ്പോഴും ഉത്തരവാദിത്തങ്ങളാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. പലപ്പോഴും പല വീടുകളിലും കണ്ടിട്ടുള്ളത്, അച്ഛനും അമ്മയും ഒക്കെ എല്ലാം ചെയ്തു കൊടുക്കുന്ന മക്കൾക്ക് പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവുന്ന കണ്ടിട്ടില്ല. കാരണം എല്ലാ ഉത്തരവാദിത്തങ്ങളും പാരൻസാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരു ഉത്തരവാദിത്തങ്ങളും ഇല്ല. അതുകൊണ്ട് തന്നെ അവർ പെർഫോം ചെയ്യാറുമില്ല. ഉത്തരവാദിത്തങ്ങളില്ലെങ്കിൽ പെർഫോം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളതാണ് കാരണം. പലപ്പോഴും അച്ഛനോ അമ്മയോ വയ്യാതാവുകയോ അല്ലെങ്കിൽ പ്രായമാവുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് കേരളത്തിലൊക്കെയുള്ള വീടുകളിൽ മക്കൾക്ക് റെസ്പോൺസിബിലിറ്റി കിട്ടുന്നത്. ഒരുപക്ഷെ ആ സമയത്ത് തങ്ങളുടെ അച്ഛനേക്കാളും അമ്മയെക്കാളും ഒക്കെ നന്നായി പെർഫോം ചെയ്യുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം എന്താ? ആ സമയത്താണ് അവർക്ക് ആ റെസ്പോൺസിബിലിറ്റി കിട്ടിയത്. പലപ്പോഴും റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ കിട്ടുമ്പോഴാണ്, ഏൽപ്പിക്കുമ്പോഴാണ് ആളുകൾ നന്നായി പെർഫോം ചെയ്യുക. അപ്പോൾ കൃത്യമായി എന്ത് ഉത്തരവാദിത്തമാണ് കൊടുക്കുന്നത് എന്ന് ഡിഫൈൻ ചെയ്യാനും നമുക്ക് കഴിയണം. പലപ്പോഴും ഉത്തരവാദിത്തങ്ങൾ ഡിഫൈൻ ചെയ്യാതിരിക്കുന്നത് ആളുകളുടെ പെർഫോമൻസിനെ വളരെയധികം ബാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോ സ്റ്റാഫിൻ്റെയും ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത പോയിന്റ് അഡ്വാൻസ്മെൻ്റ് ആണ്. അഡ്വാൻസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെല്ലാം നമ്മൾ ഓരോ നിമിഷവും നോക്കിക്കൊണ്ടിരിക്കുന്നത് പ്രോഗ്രസ് ആണ്, പുരോഗമനമാണ്. അപ്പോൾ നമ്മളുടെ ജോലിയിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മളുടെ ജോലിയിൽ പുരോഗമനം നമുക്കുണ്ടോ? നമ്മളുടെ സ്കില്ലുകളിൽ പുരോഗമനമുണ്ടോ? ഇതെല്ലാം നമ്മളുടെ സ്ഥിരം കൺസേൺ ആണ്. ഈ പുരോഗമനം ഒരു ജോലിയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അയാൾ ആ ജോലിയിൽ തുടരാനുള്ള സാധ്യത കൂടുതലാണ്. അതേസമയം പുതിയ ലേണിംഗ് ഒന്നും കിട്ടുന്നില്ല, പുതിയ തരത്തിലുള്ള ഒരു എക്സ്പോഷറും അയാൾക്കില്ല. അങ്ങനെയാണെങ്കിൽ പതിയെ പതിയെ അയാൾക്ക് ആ ജോലി മടുത്തു തുടങ്ങാനുള്ള സാധ്യതകളും കൂടുതലാണ്. അപ്പോൾ മോട്ടിവേഷണൽ ഫാക്ടേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് അഡ്വാൻസ്മെൻറ്റ്. അടുത്തത് ഹൈജീൻ ഫാക്ടേഴ്സാണ്. ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ കൊടുത്തിരിക്കേണ്ട, മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയല്ല, ബേസിക്കായിട്ട് അയാൾക്ക് കൊടുത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സാലറി തന്നെയാണ്. അയാൾക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള, അയാൾ അർഹതപ്പെടുന്ന, അയാളുടെ വാല്യൂവിനനുസരിച്ചിട്ടുള്ള ഒരു സാലറി കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. പ്രത്യേകിച്ചും കേരളത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിൽ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സിനേക്കാൾ നല്ല ഒരു സാലറി കൊടുക്കാൻ പറ്റുകയാണെങ്കിലാണ് നമുക്ക് നല്ല ആളുകളെ കിട്ടുക. എങ്കിൽ മാത്രമാണ് അവർ നമ്മളുടെ കൂടെ നിൽക്കുകയും ചെയ്യുക. അപ്പോൾ അവരുടെ ബേസിക് ആയിട്ടുള്ള നീഡുകളെല്ലാം കവർ ചെയ്യാൻ
നല്ല രീതിയിൽ കവർ ചെയ്യാൻ അവർക്ക് ആ സാലറി കൊണ്ട് കഴിയണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തേത് വർക്കിംഗ് കണ്ടീഷൻസ് ആണ്. നല്ല വർക്കിംഗ് കണ്ടീഷൻസ് കൊടുക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. കാരണം വളരെ മോശപ്പെട്ട ഒരു കസേരയിൽ ഇരിക്കാൻ പറഞ്ഞാൽ, വളരെ മോശപ്പെട്ട ഒരു ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യാനൊക്കെ പറഞ്ഞാൽ, തങ്ങൾക്കൊരു സെൽഫി എടുത്ത് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ ഷെയർ ചെയ്യാൻ പോലും കഴിയാത്തൊരവസ്ഥയായിരിക്കും ഒരു എംപ്ലോയിക്ക്. അപ്പോൾ തങ്ങളുടെ വർക്ക് പ്ലേസിൽ ഇരുന്നുകൊണ്ട് അവർക്ക് ഇന്നത്തെ കാലത്ത് ഒരു റീൽ ചെയ്യാനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഓഫീസാണെന്ന് പറഞ്ഞ് കാണിക്കാനോ ഒക്കെ പറ്റുന്ന തരത്തിലുള്ള നല്ല പോസിറ്റീവായിട്ടുള്ള വൈബുള്ള ഒരു ഓഫീസ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് കഴിയണം. അടുത്തത് പോളിസീസ് ആൻഡ് സൂപ്പർവിഷനാണ്. പലപ്പോഴും പല ഓർഗനൈസേഷൻസിലും പോളിസീസ് കൃത്യമായി ഡിഫൈൻഡ് ആയിരിക്കില്ല. അതുപോലെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടിംഗ് സിസ്റ്റംസ് ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കും വളരെ ലൂസാക്കി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫ്രീഡം ഉണ്ടാവും, ആളുകൾ എൻജോയ് ചെയ്യും എന്നൊക്കെ വിചാരിക്കും. തെറ്റായ ധാരണയാണ്. കൃത്യമായ പോളിസീസ് ഇല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സ്ഥിരമായി ഫ്രിക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും, സ്ഥിരമായി കൺഫ്യൂഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് സ്ട്രെസ് ഉണ്ടാക്കും. ഒപ്പം തന്നെ കൃത്യമായ സൂപ്പർവിഷൻ ഇല്ലെങ്കിൽ പെർഫോമൻസ് കുറയുകയും ചെയ്യും. പെർഫോമൻസ് കുറയുന്നതോടുകൂടി വീണ്ടും വലിയ ബുദ്ധിമുട്ടുകൾ ഓഫീസിനകത്ത് തന്നെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പോളിസികളും പ്രൊസീജിയറുകളും ഒപ്പം തന്നെ കൃത്യമായ സൂപ്പർവിഷനും വളരെ ആവശ്യമാണ്. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈജീൻ ഫാക്ടറാണ്. ആൻഡ് ഫൈനലി റിലേഷൻഷിപ്സ് തന്നെയാണ്. റിലേഷൻഷിപ്പ് ഒരുപക്ഷെ ഈ പറഞ്ഞ എല്ലാ കാര്യത്തിലും മുകളിൽ നിൽക്കുന്നു എന്നെനിക്ക് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളുടെ ജീവിതം കംഫർട്ടബിൾ ആവാനാണ്. നമ്മുടെ ജീവിതം എപ്പോഴാണ് കംഫർട്ടബിൾ ആവുന്നത്? നമുക്ക് ചുറ്റും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളുള്ളപ്പോൾ, നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുമ്പോൾ, ഓപ്പണായി സംസാരിക്കാൻ പറ്റുമ്പോൾ, അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് എനർജി കിട്ടുമ്പോൾ, സന്തോഷം കിട്ടുമ്പോൾ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടാകുമ്പോൾ ഒക്കെയാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ ഓഫീസിലുള്ളതെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് ഓഫീസിലുള്ളതെങ്കിൽ, നമുക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് നമ്മളുടെ ചുറ്റുപാടുമുള്ളതെങ്കിൽ, തീർച്ചയായിട്ടും നമ്മളുടെ ഓഫീസ് ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമായിട്ട് മാറും. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 8 ഫാക്ടേഴ്സ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഓഫീസിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് നോക്കൂ. ഇതിന് കൃത്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയറൊക്കെ ഉണ്ട്. ഇത്തരത്തിൽ HR റിലേറ്റഡ് ആയിട്ടുള്ള പല ആക്ടിവിറ്റീസും നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യാറുണ്ട്. ഒരുപാട് ഓർഗനൈസേഷൻസിൽ വലിയ ചേഞ്ചുകൾ കൊണ്ടുവരാൻ നമ്മളുടെ HR പോളിസി ഇംപ്ലിമെൻറ്റേഷനിലൂടെ സാധിച്ചിട്ടുണ്ട്. ഇതിന് സാധാരണ ഹെഴ്സ്ബർഗ് ഫാക്ടേഴ്സ് 2 ഫാക്ടേഴ്സ് തിയറി എന്നാണ് പറയുന്നത്. ഈ ഹെഴ്സ്ബർഗ് ഫാക്ടേഴ്സ് തിയറി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഓർഗനൈസേഷനുകളിലെ പ്രൊഡക്ടിവിറ്റി നമുക്ക് എൻഹാൻസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കൊരു എക്സ്റ്റേണൽ ഹെൽപ്പ് ആവശ്യമാണെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ മടിക്കുകയും വേണ്ട. ഓൾ ദി ബെസ്റ്റ്.